ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പും മുരിങ്ങക്കായും മാങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 3 ചെറിയുള്ളി, 2 പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആ മിക്സിയുടെ ജാറിൽ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മസൂർ ദാൽ 1 മണിക്കൂറായിട്ട് കുതിർത്തിയതാണിത്, അത് ചേർത്ത് കൊടുക്കാം. മസൂർ ദാലിന് പകരമായിട്ട് നിങ്ങൾക്ക് തുവരപ്പരിപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ പച്ചമാങ്ങ അരിഞ്ഞതാണ്, പിന്നെ ഒരു ചെറിയ മുരിങ്ങക്കായ അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ എരിവിനായിട്ട് ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ വിസിൽ വരുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മസൂർ ദാൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ പരിപ്പ്, മുരിങ്ങക്കായ, മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. ഈ കറി നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നായി വരും. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വറ്റിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിരിക്കും തോറും കുറച്ചുകൂടി കുറുകി വരും കേട്ടോ. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.